പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ആദ്യത്തെ അപ്ഡേറ്റ്, ഇപ്പോൾ കഴിഞ്ഞ NXTയുടെ നോ മേഴ്സി എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ മെയിൻ ഇവൻറ്റിൽ NXT ചാമ്പ്യനായ ഒബാഫെമിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് റിക്കി സയൻസ് പുതിയ NXT ചാമ്പ്യൻ ആകുന്നതോട് കൂടിയിട്ടാണ് ഷോ അവസാനിച്ചിരിക്കുന്നത്. റിക്കി സയൻസിൻ്റെ കരിയറിലെ ആദ്യ NXT ചാമ്പ്യൻഷിപ്പ് വിജയമാണ് നമുക്കിന്ന് നോ മേഴ്സി പ്രീമിയം ലൈവ് ഇവൻറ്റിൽ കാണാൻ സാധിച്ചത്. ഒബാഫെമിയ വലിയൊരു പവർ ഹൗസ് റെസ്ലറായിട്ടാണ് NXTയിൽ ഇതുവരെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒബാഫെമിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് റിക്കി സയൻസ് ഈ ഒരു പുതിയ NXT ചാമ്പ്യൻ ആകുന്നത് ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു മത്സരത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ NXTയുടെ ഇനി ഫേസ് ഓഫ് ദി കമ്പനി എന്ന നിലയിൽ അവർ കാണിക്കാൻ പോകുന്നത് റിക്കി സയൻസിനെ ആയിരിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഒബാഫെമി എന്ന് പറയുന്ന പവർ ഹൗസ് റെസ്ലർ ഇനി കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ മെയിൻ റോസ്റ്ററിൻ്റെ ഭാഗം ആയേക്കും എന്നുള്ളൊരു റൂമേഴ്സ് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് NXT നോ മേഴ്സിയും അവസാനിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു കിടിലൻ ടൈറ്റിൽ ചേഞ്ച് തന്നെയായിരുന്നു NXT നോ മേഴ്സിയിൽ കാണാൻ സാധിച്ചത്. രണ്ടാമത്തെ അപ്ഡേറ്റ്, NXT നോ മേഴ്സി എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലൂടെ ഒരു ഗംഭീര ബ്രേക്കിംഗ് ന്യൂസ് WWE പുറത്തേക്ക് വിടുകയുണ്ടായി. ചരിത്രത്തിൽ ആദ്യമായിട്ട് NXTയും TNA റെസ്ലിംഗും തമ്മിൽ ഒരു ഗംഭീര മത്സരങ്ങൾ നടക്കാൻ പോകുന്നു. സർവൈവർ സീരീസ് മത്സര രീതിയോട് കൂടിയിട്ട് ഈ 2 ആഴ്ച കഴിഞ്ഞ് നടക്കാൻ പോകുന്ന NXT വീക്ക്ലി എപ്പിസോഡിലൂടെയാണ്, NXT ഇൻവെൻഷൻ എന്ന് പേര് കൊടുത്തിട്ടുള്ള വീക്ക്ലി എപ്പിസോഡിലൂടെയാണ് അവർ മത്സരങ്ങൾ നടത്താൻ പോകുന്നത്. അതിൽ സർവൈവർ സീരീസിലേക്ക് നമ്മൾ കാണാറുള്ളത് പോലെ മെൻസിൻ്റെ എലിമിനേഷൻ മത്സരവും വുമൻസിൻ്റെ എലിമിനേഷൻ മത്സരവും ടാഗ് ടീം മത്സരങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5 അംഗ TNAയിൽ നിന്നുള്ള റെസ്ലേഴ്സും NXTയിൽ നിന്നുള്ള റെസ്ലേഴ്സും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു വുമൻസിൻ്റെയും മെൻസിൻ്റെ മത്സരങ്ങൾ ആയിട്ട് അവർ നടത്തുന്നുണ്ട്. ഇത് കൂടാതെ NXTയുടെ നിലവിലെ ടാഗ് ടീം ചാമ്പ്യന്മാരായ ഡാർക്ക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ടീമും TNA റെസ്ലിംഗിൻ്റെ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരായ ഹാർഡി ബോയ്സ്, മാറ്റ് ഹാർഡി, ജെഫ് ഹാർഡി തുടങ്ങിയവരുടെ ടീമും തമ്മിൽ ഒരു വിന്നർ ടേക്സ് ഓൾ മത്സരം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഗംഭീരമായിട്ടുള്ള ഒരു ടൈറ്റിൽ ചേഞ്ചിലേക്കായിരിക്കും കൊണ്ടുപോകുക. കാരണം TNA റെസ്ലിംഗിൻ്റെയും NXT റെസ്ലേഴ്സിനെയും ഈ ഒരു മത്സരത്തിൽ നിന്ന്, ഈ ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ നിന്ന് അവർ ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗംഭീര മത്സരങ്ങൾ തന്നെയാണ് NXT ഇൻവെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള NXTയും TNA റെസ്ലിംഗും തമ്മിൽ നടക്കാൻ പോകുന്ന ഒരു മത്സരങ്ങളിലേക്ക് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഗംഭീര അനൗൺസ്മെൻറ്റ് ഇനി വരാൻ പോകുന്ന NXT വീക്കിലി എപ്പിസോഡിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം NXTയുടെ ജനറൽ മാനേജറായ അവ എന്ന് പറയുന്ന റെസ്ലറും TNA അതോറിറ്റിയായ സാന്റിനോ മൊറേലയും ഏതൊക്കെ റെസ്ലേഴ്സാണ് അവരവരുടെ ബ്രാൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വെളിപ്പെടുത്തുന്ന ഒരു സെഗ്മെൻറ്റും കൂടി NXTയുടെ ഇനി നടക്കാൻ പോകുന്ന വീക്കിലി എപ്പിസോഡിൽ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന NXT ഇൻവെൻഷൻ എന്ന് പറയുന്ന ഇവൻറ്റിലാണ് ഈ ഒരു TNA റെസ്ലിംഗുമായിട്ടുള്ള ഒരു സർവൈവർ സീരീസ് ടൈപ്പ് മത്സരങ്ങൾ നടക്കുന്നത്. മൂന്നാമത്തെ മറ്റൊരു അപ്ഡേറ്റ്, TNA റെസ്ലിംഗിൻ്റെ ഇന്നലെ കഴിഞ്ഞ വിക്ടറി റോഡ് എന്ന് പറയുന്ന സ്പെഷ്യൽ ഇവൻറ്റിൽ TNAയുടെ നോക്കൗട്ട്സ് ചാമ്പ്യൻ ആയിരുന്ന വുമൻസ് ഡിവിഷനിലെ ടോപ്പ് സ്റ്റാറായ ആഷ് ബൈ എലഗൻസ് എന്ന് പറയുന്ന റെസ്ലർ ആ നോക്കൗട്ട്സ് ടൈറ്റിൽ വെക്കേറ്റ് ചെയ്യുകയും ഇൻ റിംഗ് കോമ്പറ്റീഷനിൽ നിന്ന് കുറച്ച് കാലം മാറി നിൽക്കാൻ പോകുകയാണ് എന്നുള്ള ഒരു ബ്രേക്കിംഗ് ന്യൂസാണ് പങ്കുവച്ചത്. അതിനുശേഷം ഒരു ബാറ്റിൽ റോയൽ നടത്തി അതിൽ NXTയുടെ താരമായ കെലനി ജോർദനും TNA താരമായ ലീയും വിജയിച്ചു കയറുന്നതാണ് കാണാൻ സാധിച്ചത്. ഇതേ ഇവൻറ്റിൽ വിക്ടറി റോഡിൽ തന്നെ കുറച്ച് മത്സരങ്ങൾക്ക് ശേഷം നടന്ന നോക്കൗട്ട്സ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ കെലനി ജോർദൻ എന്ന് പറയുന്ന NXT താരം ലീയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ നോക്കൗട്ട്സ് ചാമ്പ്യൻ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കൂടാതെ ഇനി വരാൻ പോകുന്ന ബൗണ്ട് ഫോർ ഗ്ലോറി എന്ന് പറയുന്ന ഒക്ടോബറിലെ TNA റെസ്ലിംഗ് ചരിത്രത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് പേപ്പർ വ്യൂവിൽ കെലനി ജോർദൻ ഈ ഒരു നോക്കൗട്ട്സ് ടൈറ്റിൽ TNA റെസ്ലിംഗ് മുൻ WWEയുടെ NXT വുമൻസ് ചാമ്പ്യനൊക്കെ ആയിരുന്ന ഇൻഡി ഹാർട്ട്വെലിനെതിരെ ഡിഫെൻഡ് ചെയ്യുമെന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബൗണ്ട് ഫോർ ഗ്ലോറിയിൽ കെലനി ജോർദൻ മാത്രമല്ല WWEയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് പങ്കെടുക്കാൻ പോകുന്നത്. ഓൾറെഡി TNAയുടെ എക്സ് ഡിവിഷൻ ചാമ്പ്യനായ ലിയോൺ സ്ലൈഡർ എന്ന് പറയുന്ന റെസ്ലറിന് എതിരെ ജിവോൺ എവൻസ് എക്സ് ഡിവിഷൻ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു മത്സരം കൂടി ഈ വിക്ടറി റോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ TNA റെസ്ലിംഗും NXTയും തമ്മിലുള്ള പാർട്ണർഷിപ്പ് അത് 2 ബ്രാൻഡിനും ഗുണകരമാകുന്ന രീതിയിലുള്ള അപ്ഡേറ്റുകളാണ് ഇക്കഴിഞ്ഞ 2 ദിവസങ്ങളിലൂടെ അറിയാൻ സാധിച്ചിട്ടുള്ളത്. 4ാമത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ ബ്രോക്ക് ലെസ്നറിനെ സംബന്ധിച്ചാണ്. ബ്രോക്ക് ലെസ്നർ ഇനി എന്നാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏറ്റവും അവസാനമായി കഴിഞ്ഞ റസൽ പലൂസ എന്ന് പറയുന്ന ഇവൻറ്റിലാണ് ബ്രോക്കിൻ്റെ ഒരു മാച്ച് നമുക്ക് കാണാൻ സാധിച്ചത്. അതൊരു 1 സൈഡ് ഡൊമിനൻസോട് കൂടി ബ്രോക്ക് ലെസ്നർ വിജയിച്ചതിന് ശേഷം ബ്രോക്ക് ഇനി എന്ന് അപ്പിയർ ചെയ്യുമെന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. ബ്രോക്ക് ഇപ്പോൾ കഴിഞ്ഞ റോ എപ്പിസോഡിലും സ്മാക്ഡൗൺ എപ്പിസോഡിലും വന്നില്ലെങ്കിൽ പോലും ബ്രോക്കിനെ മെൻഷൻ ചെയ്യാൻ പോൾ ഹേമന് വിട്ടുപോയിട്ടില്ല. ബ്രോക്ക്, പോൾ ഹേമൻ തുടങ്ങിയവരുടെ ഇപ്പോൾ കാണിച്ചിട്ടുള്ള പാർട്ണർഷിപ്പ് അത് എന്ത് ഡീലിൻ്റെ
പിറകിലുള്ളതാണ് എന്നുള്ളത് പോൾ ഹേമൻ പറയാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് മറ്റ് സെഗ്മെൻറ്റുകളിലേക്ക് ആ ഒരു ഭാഗം കടന്നു പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ബ്രോക്കിനെ അവർ ആക്റ്റീവായിട്ട് സ്റ്റോറി ലൈനുകളിൽ നിർത്തി ബ്രോക്കിനെ അരതർക്കിടയിൽ നിന്ന് മറന്നു പോകാതിരിക്കാനുള്ള ഒരു പോയിന്റിലൂടെ അവർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ബ്രോക്ക് ലെസ്നറിൻ്റെ അപ്പിയറൻസിനെ സംബന്ധിച്ച് അത്ര ശുഭകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് അല്ല നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഫൈറ്റ്ഫുൾ സെലക്ട് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ ബ്രോക്ക് ലെസ്നർ കുറച്ചധികം ആഴ്ചകൾ WWE നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ബ്രോക്ക് ലെസ്നറിൻ്റെ ഒരു നെക്സ്റ്റ് മാച്ചായിട്ട് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിലും റസൽമേനിയ 42-ലുമാണ്. ഓൾറെഡി റസൽമേനിയ 42-ൻ്റെ പോസ്റ്റർ, ഒഫീഷ്യൽ പോസ്റ്റർ ടിക്കറ്റ് സെയിൽസിൻ്റെ ഭാഗമായിട്ട് WWE പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ബ്രോക്കിൻ്റെ ഒരു പിക്ചർ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റസൽമേനിയ 42-ൽ WWE ഫോക്കസ് ചെയ്യുന്ന മാർക്കി മത്സരങ്ങളിൽ ഒന്ന് ബ്രോക്കിൻ്റെ മാച്ച് ആയിരിക്കും എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് അനുസരിച്ച് നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ സാധിക്കാവുന്നതാണ്. നിലവിൽ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റ് അനുസരിച്ച് റോയൽ റംബിൾ എന്ന് പറയുന്ന ഇവൻ്റ് ആയിരിക്കും നെക്സ്റ്റ് ബ്രോക്ക് ലെസ്നറിൻ്റെ ഒരു മത്സരമായി നമുക്ക് കാണാൻ സാധിക്കുക. അത് മിക്കവാറും മെൻസ് റോയൽ റംബിൾ മത്സരമായിരിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും ഒരു ബ്രോക്കിൻ്റെ അപ്ഡേറ്റ് കാത്തിരുന്ന അത്ര പോസിറ്റീവായിട്ടുള്ളൊരു അപ്ഡേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ പോലും ബ്രോക്ക് ലെസ്നറിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ പങ്കുവെക്കാം. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് ഒക്ടോബർ മാസത്തിൽ, അതായത് അടുത്ത മാസത്തിൽ WWE ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് ലൈവ് ഇവൻറ്റ്സോട് കൂടിയിട്ട് പോകുന്നുണ്ട്. ജപ്പാനിൽ നടക്കുന്ന സൂപ്പർ ഷോ ലൈവ് ഇവൻറ്റ്സിലേക്ക് ഇപ്പോൾ കിടിലൻ മത്സരങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട്. വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സിത്രോൺസും സിയമോങ്ങും തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ മറ്റ് സൂപ്പർ താരങ്ങൾ ഇപ്പോൾ ജെ ഊസോയും ഷിൻസ്ക നാക്കമോറയും ടീം ആയിക്കൊണ്ട് ബ്രോൺസൺ റീഡിനെതിരെ കളിക്കുന്ന ഒരു ടാഗ് ടീം മത്സരം, അതുപോലെ തന്നെ വുമൻസ് ഡിവിഷനിൽ നിന്ന് ജൂലിയയും കൈറി സെയിനും ഏറ്റുമുട്ടുന്ന ഒരു മത്സരം, കൂടാതെ റിയ റിപ്ലി, ഇയോ സ്കൈ തുടങ്ങിയവരൊക്കെ ഏറ്റുമുട്ടുന്ന ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരം, അങ്ങനെ ഒരു ഗംഭീര മത്സരങ്ങൾ തന്നെ 2 ദിവസം നടക്കുന്ന സൂപ്പർ ഷോയിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗംഭീര ഷോ തന്നെ ജപ്പാനിൽ നടക്കുന്ന സൂപ്പർ ഷോയിലൂടെ അവർ നടത്താൻ പോകുന്നുണ്ട്. അതിൻ്റെ വീഡിയോസും മറ്റ് അപ്ഡേറ്റ്സും കിട്ടുമ്പോൾ ഇവൻറ്റിന് ശേഷം പങ്കുവെക്കുന്നതാണ്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.